പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായ ദിവസം ഞാൻ പാണക്കാട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുമ്പോൾ ഒരു അമുസ്ലിമായിട്ടുള്ള 90 വയസ്സുള്ള ഒരു കാരണവരെ, അയാളിങ്ങനെ ഭയങ്കര തിരക്കല്ലേ, ആൾക്കാർക്കൊന്നും അങ്ങോട്ട് എത്താൻ കഴിയില്ല, ആജാതി തിരക്കാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു 90 വയസ്സായിട്ടുള്ള ഒരു മുസ്ലിം കാരണവരിങ്ങനെ നടക്കാൻ വയ്യ, ഇടയ്ക്ക് ഇരിക്കും, വീണ്ടും എണീറ്റ് നടക്കും. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല, നിങ്ങളിഞ്ഞ് പോയിട്ട് കാര്യമല്ല, കാണാനൊന്നും പറ്റൂല, വഴിയിൽ വെച്ചാണ് ചിലപ്പോൾ വീണ് പോകും എന്ന് ഈ കാരണവരോട് പറഞ്ഞപ്പോൾ കാരണവർ പറഞ്ഞെന്താ വെച്ചാൽ, തങ്ങളെമ്പിനാനെ കാണാൻ പോണ വഴിക്ക് ഞാനങ്ങോട്ട് വീണ് തീർന്നോട്ടെ എന്ന്. പാണക്കാട് കുടുംബത്തിലുള്ള മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വഫാത്ത് ദിവസത്തെ ഒരു അനുഭവം പറയാം. അപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ മാനവ മൈത്രി എന്ന ഈ ശീർഷകത്തിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പോറ്റില്ലമായിട്ടുള്ള പാണക്കാട് തറവാട്ടിൽ നിന്നുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മുടെ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മറ്റൊരിക്കലും ഞാൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുജനായിട്ടുള്ള ഉമർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ എൻ്റെ ഒരു നാട്ടിലെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അതിരാവിലെയാണ് ഞാൻ അവിടെ എത്തിയത്. ചെന്ന് നോക്കുന്ന സമയത്ത് തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കസേരയിൽ. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ മുസ്ലിം സ്ത്രീ തങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കണമെന്നില്ല, തങ്ങൾ അദ്ദേഹത്തിൻ്റെ മേശയിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സ്ത്രീ അപ്പുറത്ത് തങ്ങളെ വിളിച്ചുകൊണ്ട് നിലവിളിച്ച് പറയാം, പിന്നെ തങ്ങളെ എൻ്റെ വീട്ടിൽ ഒരു സമാധാനമല്ല, ഒരു സൗകര്യമില്ല, ഭർത്താവ് മദ്യപിക്കുകയാണ്, മക്കളൊക്കെ തമ്മിൽ എപ്പോഴും കശവിശി ശണ്ടിയും ബക്കാണുമാണ്, എന്താണ് ചെയ്യാന്നുള്ള നിർവാഹമല്ല തങ്ങളെ എന്നിട്ടാണ് നിലവിളിച്ചു. അപ്പോൾ തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം, അതൊന്നും സാരല്ല, നിങ്ങൾ വിഷമിക്കേണ്ട, വീട്ടിലേക്ക് പോയിക്കോളൂ. ഈ വാക്ക് കേട്ടതോടുകൂടി ആ സ്ത്രീയുടെ മുഖം ഇങ്ങോട്ട് തെളിഞ്ഞു. അതുവരെ ദുഃഖാവൃതമായിട്ടുള്ള സങ്കടത്തോടു കൂടിയുള്ള ആ മുഖം ഇങ്ങോട്ട് തെളിഞ്ഞു. അപ്പോൾ പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം നിങ്ങൾ ആലോചിച്ച് നോക്കി. മറ്റൊരിക്കൽ ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഒരു മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മീറ്റിങ്ങിൽ പിന്നെ വലിയ ആളുകളൊക്കെ, ഒരു രാഷ്ട്രീയ മീറ്റിങ്ങാണ്, അതിൽ വലിയ ആളുകളൊക്കെ കേരളത്തിലുള്ള കോൺഗ്രസിൻ്റെ ലീഡേഴ്സുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ലീഡേഴ്സുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അങ്ങനെ ഈ മീറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു നൊലോളി കേട്ടപ്പോൾ തങ്ങളൊരാളെ പറഞ്ഞയച്ചു. ആരാണോ അവിടെ കാര്യമായി ചെന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോൾ ഒരു പട്ടികജാതിപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ നിന്നിട്ട് ഇങ്ങനെ കാര്യമാണ്, എനിക്ക് തങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തങ്ങളെ കാണണം എന്നുള്ള വിവരം വന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ മീറ്റിങ്ങിൽ നിന്ന് എഴുന്നേറ്റ് പോയി. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ ആരെങ്കിലും നോലോളിച്ചിട്ടുണ്ട് പറയുമ്പോഴേക്ക് നീച്ചു പോകുന്നില്ല. അതവിടെ നിന്ന് ഇരിക്കാൻ പറയും, ഞാൻ ഇപ്പോൾ വരട്ടെ, മീറ്റിങ്ങുകൾ കഴിയട്ടെ എന്ന് പറയാം. പക്ഷേ തങ്ങൾ ഒരു ഹരിജൻ സ്ത്രീ, അത് ഹരിജൻ എന്ന് പറയാൻ പാടില്ല, പട്ടികജാതി സ്ത്രീയാണ് കരയണതെന്ന് അറിഞ്ഞതോടുകൂടി മീറ്റിങ്ങിൽ നിന്ന് എണീറ്റ് ചെന്നിട്ട് ചോദിച്ചു, എന്താ പോകുന്നത് ചോദിച്ചു. തങ്ങളെ, ഞാനും എൻ്റെ കുട്ടികളും ജീവിക്കണത് ഞങ്ങളെ ഉപജീവനത്തിന് ആകെയുള്ളൊരു മാർഗ്ഗം ഒരു പശുവിനെ കറക്കല. ആ പശു ഇപ്പോൾ അതിൻ്റെ പാല് വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കണത്. പശു ഇപ്പോൾ കറക്കാൻ അയക്കണില്ല, പശു കറക്കാൻ ചെല്ലുമ്പോൾ ചവിട്ടാണ് തങ്ങളെ, എൻ്റെ ഉപജീവനം മുടങ്ങിയാലോ തങ്ങളെ എന്നൊരു നിലവിളി. അതോടുകൂടി തങ്ങൾ സാരല്ല, കരയേണ്ട, ഒരു പിന്നെ ഒരു കവർ എടുത്തിട്ട് അതിലെന്തോ ഒരു ചെറിയ സംഖ്യ ഇട്ടിട്ട് ഒരു നൂലെടുത്തിട്ട് മന്ത്രിച്ചിട്ട് ഇത് പശുവിൻ്റെ കഴുത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടിയാൽ മതി, പിന്നെ പശു ചാടൂല ചവിട്ടൂല, കറക്കാൻ നിന്ന് തരും എന്ന് പറഞ്ഞാണ് തങ്ങൾ പറഞ്ഞയച്ചു. ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ, കേരള സംസ്ഥാനത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അല്ലേ, കേരള സംസ്ഥാനത്തെ കറക്കുന്ന കാര്യം, കേരള സംസ്ഥാനത്തെ തന്നെ ഭരണചക്രം കറക്കുന്ന കാര്യമൊക്കെ ചിന്തിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പട്ടികജാതിപ്പെട്ട ഒരു സ്ത്രീയുടെ പശുവിനെ കറക്കണ കാര്യമാണ് തങ്ങൾക്ക് വലിയ കാര്യമായത്. ഇതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളും അനുഭവങ്ങളും എടുത്തു പറയാൻ പറ്റും. അങ്ങനെ മാനവ സൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവും എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാണക്കാട് തറവാട്ടിൽ നിന്നുള്ള ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് ദീർഘമായി സംസാരിച്ചു. സാധാരണ രീതിയിൽ അത്ര ദീർഘിച്ചൊന്നും അവർ സംസാരിക്കാറില്ല. നിങ്ങളെ ഈ സദസ്സിനെ കണ്ടപ്പോഴേ ഈ സദസ്സിൻ്റെ
താല്പര്യം കണ്ടപ്പോൾ, ഈ സദസ്സിൻ്റെ ശ്രദ്ധ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം നീട്ടിയതായിരിക്കും. ഏതായാലും അങ്ങനെ വിശദമായി അതിൻ്റെ പല കാര്യങ്ങളെയും അദ്ദേഹം വിശേഷിപ്പിച്ച് നിങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ, ലോകത്തിൻ്റെ തന്നെ ഇന്നത്തെ അവസ്ഥ ഒരു വേൾഡ് ഓർഡർ ഓഫ് ടെറർ അല്ലേ, ഒരു വേൾഡ് ഓർഡർ ഓഫ് ടെറർ, ഒരു ഭീതിയുടേതായ രോഗക്രമമാണെന്ന് ലോകത്തുള്ളത്. എല്ലായിടത്തും ഭയമാണ്, അന്യോന്യം ഭയമാണ്. ഭരണീയരായ നാട്ടുകാർക്ക് പേടി അല്ലേ, ഇന്ത്യക്ക് പാകിസ്ഥാനെ പേടി, പാകിസ്ഥാൻ ഇന്ത്യയെ പേടി, അറബികൾക്ക് ഇസ്രായേലിനെ പേടി, ഇസ്രായേലിന് അറബികളെ പേടി, അമേരിക്കയ്ക്ക് ഇലോൺ മസ്കിനെ പേടി, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലായിടത്തും പേടി, രോഗത്തെ പേടി, എല്ലായിടത്തും രോഗമാണ്, ആൾക്കാർക്ക് രോഗമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും രോഗം. ഇപ്പോൾ ഇത്തരം പരിപാടികളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടൽ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ടാണ്. രോഗം തന്നെ ഇത്രമാത്രം രോഗം ജനങ്ങളെ ഗ്രസിച്ചിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവും. എവിടെയാണെങ്കിലും രോഗം തന്നെ, മനുഷ്യന് രോഗം. ആ രോഗത്തിൻ്റെ പിടുത്തത്തിൽപ്പെട്ടിട്ട് ക്യാൻസറായിട്ടും അതുപോലെ പലതരത്തിലുള്ള വളരെ കിഡ്നി രോഗം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളൊക്കെ മനുഷ്യനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിത രീതിയുടെ ദോഷമായിട്ട് നമ്മുടെ ജീവിത രീതി ആകെ മാറി. മുമ്പുണ്ടായിരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ജീവിത രീതി സ്വീകരിച്ചതുകൊണ്ട്, ഭക്ഷണ രീതി സ്വീകരിച്ചതുകൊണ്ട് അതൊക്കെ നമ്മളെ ബാധിക്കുക, നമ്മളെ രോഗികളാക്കി തീർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ മഅദതു ബൈതു കുല്ലി ദാ വൽ ഹിയ്യതു റഅസു കുല്ലി ശിഫാ. അൽ മഅദതു ബൈതു കുല്ലി ദാ, എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ വയറാണ്, ആമാശയമാണ്. വൽ ഹിയ്യതു റഅസു കുല്ലി ശിഫാ, എല്ലാ രോഗശമനത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ കൺട്രോളാണ്, നിയന്ത്രണമാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ അത്തരം കാര്യങ്ങളിലൊന്നും നിയന്ത്രണമില്ലാത്ത തരത്തിൽ കണ്ടമാനം ഭക്ഷണം കഴിച്ച് ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു ജീവിത രീതി സ്വീകരിച്ച് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടായപ്പോൾ, നമുക്ക് വരുമാനം കൂടിയപ്പോൾ നമ്മളെ ഭക്ഷണ രീതിയൊക്കെ മാറി. അതിലുള്ള നിയന്ത്രണങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നിടത്തൊന്നുമല്ല നമ്മളിപ്പോൾ ഉള്ളത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വയറിനെ നിങ്ങൾ 4ആയിട്ട് ഭാഗിക്കുക. വയറിനെ 4ആയിട്ട് ഭാഗിച്ചിട്ട് രണ്ട് ഭാഗം ഭക്ഷണം കൊണ്ട് ഫില്ല് ചെയ്യുക, ഒരു ഭാഗം വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യുക, ഒരു ഭാഗം വായുവിന് വിട്ടു കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതേസമയത്ത് അഷ്ടാംഗ ഹൃദയം, നമ്മുടെ കേരളത്തിലെ ആയുർവേദ ചികിത്സയുടെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള അഷ്ടാംഗ ഹൃദയം പറയണേ, ദോ ഭഗൗ പൂരയെ ധന്യസ്തോയെ നൈകം പ്രപൂരയൽ വായോ സഞ്ചാരണാർത്ഥായ ചതുർത്ഥം അവശേഷയൽ. വയറിനെ നിങ്ങൾ 3ആയി ഭാഗിക്കുക എന്നതിൽ പറയണത്. അതിൽ ഒരു ഭാഗം ഭക്ഷണം കൊണ്ട് ഫില്ല് ചെയ്യുക, ഒരു ഭാഗം വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യുക, ഒരു ഭാഗം വായോ സഞ്ചാരണാർത്ഥായ വായുവിന് സഞ്ചരിക്കാൻ വിട്ടുകൊടുക്കുക എന്നാണ്. നമ്മൾ ഭക്ഷണം കൊണ്ട് തന്നെ 3 ഭാഗം ഫില്ല് ചെയ്യും, പിന്നെ വെള്ളം ചെന്നിട്ട് ഇങ്ങനെ മുട്ടലാണ്, പിന്നെ വായുവിന് എവിടെ സ്ഥലം. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതിയൊക്കെ സ്വീകരിച്ചിട്ട് എല്ലായിടത്തും ആളുകൾക്ക് രോഗം. ഇപ്പം ഞാൻ പെരിന്തൽമണ്ണ, എൻ്റെ അടുത്താണ് പെരിന്തൽമണ്ണ ഒഴിക്കാൻ ഞാൻ വരുന്നത്. അവിടെ എത്ര ആശുപത്രിയാണ്, ആശുപത്രി അൽഷിഫ, മൗലാന, EMS, MES മെഡിക്കൽ കോളേജ്, ആമിന ഹോസ്പിറ്റൽ, രാമദാസ് നഴ്സിംഗ് ഹോം, പെരിന്തൽമണ്ണ, എത്ര എണ്ണിയ തീരാത്ത ആശുപത്രികളാണ്. ഈ ആശുപത്രികളിലൊന്നും തിരക്കൊഴിഞ്ഞ ഒരു നേരമല്ല. എപ്പോഴും ജനങ്ങളും ഇങ്ങനെ തിങ്ങി വരികയാണ്. അധികം മുസ്ലിങ്ങളെന്നെ ആ ഭാഗത്തുള്ളത്, രോഗികളൊക്കെ മുസ്ലിങ്ങളെന്നെ. അപ്പോൾ എന്താ അങ്ങനെ രോഗം കൂടി? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ എത്ര വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ട് നോക്കി നിങ്ങൾ. മൃഗാശുപത്രി എത്ര, ആകെ ഒരു മൃഗാശുപത്രി ഉണ്ട്. അവിടുത്തെ ഡോക്ടർക്ക് എന്താ പണി? ആരെങ്കിലും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ ചെന്ന് ഒപ്പിട്ട് കൊടുക്കുക, അല്ലാതെ ചികിത്സിക്കണ പണിയില്ല. മൃഗങ്ങൾക്ക് രോഗം ഉണ്ടാകണില്ല. മൃഗങ്ങളിൽ നമ്മളൊക്കെ ശരീരം നോക്കുകയാണെങ്കിൽ ശരീരം എന്നുള്ള ആൾക്കൊക്കെ ഒരു മാതിരി തന്നെയല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ആത്മാവ് ബുദ്ധിയൊക്കെ വ്യത്യസ്തമായിട്ടുണ്ടെങ്കിലും ശരീരം എന്ന അവസ്ഥയിൽ നോക്കുമ്പോൾ മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെന്താ കാരണം എന്ന് വെച്ചാൽ ആ മൃഗങ്ങൾ പ്രകൃതിയിൽ ജീവിക്കുകയാണ്, ആ പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കണില്ല. മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യനെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവിത രീതി മനുഷ്യന്മാരൊക്കെ രോഗികളാക്കിയിരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലായിടത്തും ആളുകൾക്ക് ഭയമാണ്. ടെറർ, വേൾഡ് ഓർഡർ ഓഫ് ടെറർ, അന്യോന്യം ഭയം. അയൽവാസികൾക്ക് ഭയം, ഓനിൻ്റെ അയൽവാസികളെ ഭയം. എൻ്റെ ഭൂമി എപ്പോഴാണ് ഓൻ തട്ടിയെടുക്കുക, എപ്പോഴാണ് വേലി തിരക്കിയിട്ട് കെട്ടുക, എപ്പോഴാണ് മതിൽ ഇങ്ങോട്ട് തള്ളിയിട്ടെടുക്കുക എന്നൊക്കെ അയൽവാസിയെ പേടി. അതേസമയത്ത് അയൽവാസിയെ ഫാത്തിമ സഹോദരികൾ മനസ്സിലാക്കുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ രാത്രി തഹജ്ജുദ്
നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടു. അവരുടെ പുത്രനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു കേട്ടു. ഹസൻ റളിയല്ലാഹു കേൾക്കുന്നത് എന്താ? അയൽവാസികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന. അവർ കേൾക്കുകയല്ല, അവർ കേൾക്കുന്ന രീതിയിലല്ല. അർദ്ധരാത്രിയുടെ ഏകാന്തതയിൽ തഹജ്ജുദ് നമസ്കാരം, രാത്രി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അയൽവാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മകൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഉമ്മ എന്താണ് നിങ്ങൾ അയൽവാസികൾക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ, യാ ബുനിയ്യ അൽ ജാർ സുമ്മദ്ദാർ, അൽ ജാർ സുമ്മദ്ദാർ, മോനെ ആദ്യം അയൽവാസികളെയാണ് നമ്മൾ കാര്യം നോക്കേണ്ടത്, പിന്നെയാണ് നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ കാര്യം നോക്കേണ്ടത്. ഇത്തരത്തിലുള്ള അയൽവാസി ബന്ധമൊക്കെയാണ് ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് നമ്മുടെ അയൽവാസികളെ പോലും, അത് ജാതി മതവ്യക്തി പല ജാതിയാവാം, പക്ഷെ അയൽവാസികളെ പേടി, എല്ലാവർക്കും തമ്മിൽ പേടി, ഒരു വേൾഡ് ഓർഡർ ഓഫ് ടെറർ. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഭയമില്ലാതാവണമെങ്കിൽ ഫൈമാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതാ ഭൂമിക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്തെ, ഭൂമിയിലേക്ക് മനുഷ്യരാശിയെ അധിവസിപ്പിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഖുൽ നഹ്ബിതു മിൻഹാ, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുക. ഫൈമാ യഅതിയന്നകും മിന്നീ ഹുദൻ, എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം കിട്ടിയാൽ, ഫമൻ തബിയ ഹുദായ, എൻ്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരു തരത്തിലുള്ള ഭയവുമില്ല, ഒരു തരത്തിലുള്ള ദുഃഖവും നിങ്ങൾക്കുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഭയരഹിതമായ ദുഃഖരഹിതമായ ജീവിതം നമുക്ക് പ്രദാനം ചെയ്യണമെങ്കിൽ, നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗദർശനം അനുസരിച്ച്. ഇവിടെ ഒരുപാട് സംസാരങ്ങൾ കേട്ടു. നമ്മുടെ യോഗി മുതൽ, സ്വാഗത പ്രസംഗം മുതൽക്ക്, യോഗി മുതൽക്ക്, ബഹുമാനപ്പെട്ട തങ്ങൾ മുതൽക്ക്, ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയിട്ടുള്ള ഉസ്താദ് മുതൽക്ക് എല്ലാ പ്രസംഗങ്ങളും കേട്ടു. ഈ പ്രസംഗങ്ങളിലൊക്കെ മഹത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മഹത്തായ കാര്യങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ടായില്ല, അത് ജീവിതത്തിൽ പുലർത്തുന്നിടത്ത ബുദ്ധിമുട്ട് അല്ലേ. ഇറ്റ് ഈസ് ഈസിയർ ടു പ്രൊഡ്യൂസ് 10 volumes of philosophical writings than to put one principle into practice. It is easier to produce 10 volumes of philosophical writings. ദശക്കണക്കിന് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കാനല്ല പണി, ഒരു തത്വം ജീവിതത്തിൽ പുലർത്താനാ പണി അല്ലേ. ദശക്കണക്കിന് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കാനല്ല, ദശക്കണക്കിന് തത്വശാസ്ത്ര പ്രസംഗങ്ങൾ നടത്താനല്ല പണി. പണി എവിടെയെന്ന് വെച്ചാൽ അത് പ്രയോഗത്തിൽ വരുത്തുക, ജീവിതത്തിലേക്ക് പുലർത്തുക, അവിടെയാണ് പണി. സുബഹിക്ക് നേരത്തെ നീച്ച് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ പ്രസംഗിക്കാനല്ല പണി, നീച്ചാന പണി അല്ലേ. 4 മണിക്കൂർ നേരം നിന്നിട്ട് സുബഹിക്ക് അത് നിസ്കരിച്ചാലുള്ള അതിൻ്റെ പുണ്യം മറ്റൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരാനല്ല പണി, എണീക്കാനാ പണി. സുബഹിക്ക് ആ തണുപ്പ്, ഇപ്പോൾ പ്രത്യേകിച്ചും വൃശ്ചിക മാസം ധനുമാസം ഒക്കെയാണ്, വല്ലാത്ത തണുപ്പല്ലേ. ഈ തണുപ്പത്തൊക്കെ സുബഹിക്ക് എണീക്കാനുള്ളൊരു പണികൾ ആലോചിച്ചോക്കാണി. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ പുലർത്താനാ പണി. നമ്മൾ അയൽവാസികളോടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഓരോരോ തത്വങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോൾ, പഠിപ്പിച്ചു തരുമ്പോൾ അതൊക്കെ തന്നെ ജീവിതത്തിൽ പുലർത്താനാ. അപ്പം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അറിഞ്ഞെടുത്തോളം കാലം ഏത് കാര്യമാണെങ്കിലും അറിഞ്ഞെടുത്തോളം കാര്യം നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം. അവിടെയാണ് ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. അല്ലാഹ് ചോദിക്കുന്നത് എന്താ? ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാ പറയണത്? കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ, അല്ലാഹുവിൻ്റെ ദേഷ്യത്തിന് ഇരയാകുന്നത് അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യാത്തത് പറയലാണ്. അപ്പോൾ നമ്മൾ വാക്കുകളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റണം. നമ്മൾ എന്താണോ പറയുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ ജീവിതം. നമ്മൾ ലളിത ജീവിതത്തെ സംബന്ധിച്ച് പ്രസംഗിക്കും, പക്ഷേ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലുള്ള സ്ഥിതി എന്തായിരിക്കും? ജീവിതത്തിൽ ലാളിത്യമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. പറയുന്ന കാര്യം ജീവിതത്തിൽ പുലർത്തുന്നയാളായിരുന്നു. പറയുന്ന കാര്യം ജീവിതത്തിൽ പുലർത്തുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നിട്ട് 4 ദിവസം പട്ടിണി. എന്തിനാ റസൂൽ 4 ദിവസം പട്ടിണി കിടക്കണത്? നമ്മളൊക്കെ ഇങ്ങനെ തിന്ന് കുടിച്ച് തടിച്ച് കൊഴുത്ത് ഇങ്ങനെ ഏമ്പം കമ്പിട്ട് നടക്കല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 ദിവസം പട്ടിണി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്നിട്ട്, മോളെ ഇവിടെ വല്ലതുണ്ടോ? വാപ്പ 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഫാത്തിമ ബീവി പറയുന്നു, വാപ്പ ഇവിടെ 7 ദിവസമായി വീട്ടിൽ പോകച്ച്, അടുപ്പ് പോഞ്ഞിട്ട് 7 ദിവസമായി. 4 ദിവസം പട്ടിണിയാണെന്ന് റസൂൽ ചെല്ലുമ്പോൾ 7 ദിവസം അവിടെ പട്ടിണിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തൊരു ജൂതൻ്റെ അടുത്തെത്തി. അങ്ങനെ ജൂതൻ്റെ തോട്ടത്തിൽ കൂടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ജൂതനെ കണ്ടു. അവിടെ വല്ല
പണിയും തരുമോ? റസൂൽ ചോദിക്കണം. നമ്മളെ റസൂലായി ചോദിക്കണതേ, നമ്മൾ റസൂലിനെ എങ്ങനെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതവുമായി എങ്ങനെ കമ്പയർ ചെയ്യണം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ് വല്ല പണിയും തരുമോ? അങ്ങനെ ജൂതൻ പറഞ്ഞു, എൻ്റെ തോട്ടത്തിൽ വെള്ളം നനച്ചോളി, ഞാൻ കാരക്കത്തോട്ടത്തിൽ വെള്ളം നനച്ചോളി, ഞാൻ കാരക്ക കൂലിയായിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു പാളെടുത്ത് കൊടുത്തു. ഈ പാളയുമായി റസൂൽ കിണറ്റിന് വെള്ളം മുക്കിയിട്ട് ആ ജൂതൻ്റെ കാരക്കത്തോട്ടം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറ് പൊട്ടിയിട്ട് പാള കിണറ്റിൽ വീണു. ജൂതം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിന്നെ പെരുംതെറി അല്ലേ, കണക്കിന് തെറി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. നമ്മുടെ സ്വഭാവവും റസൂലുള്ളാഹിയുടെ സ്വഭാവവും കമ്പയർ ചെയ്ത് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അങ്ങനെ ജൂതൻ്റെ അമ്മക്ക് റസൂലിനെ പരിചയം ഉണ്ടായിരുന്നു. ഏതൊക്കെ പഠിച്ച ജൂതന്മാരെ തൗറാത്തൊക്കെ പഠിച്ച തള്ളേ. അപ്പോൾ തള്ള മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ആരെ അനാവശ്യം പറയുമെന്ന് അറിയോ, അതൊരു നബിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജൂതന് ബേജാറായി. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാകാൻ പോണത്, നബിയെ ചീത്തറിനൊക്കെയല്ലേ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാകാൻ പോണത്. അങ്ങനെ ആ ജൂതൻ്റെ അമ്മയോട് അമ്മ പറഞ്ഞു, എന്താ കാട്ടുക, എന്നാൽ ഞാൻ പോയിട്ട് മാപ്പ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂതനും അമ്മയും കൂടി റസൂലുള്ളാഹിന്റെ സന്നിധി ചെന്നിട്ട് മാപ്പാക്കണം എന്ന് പറഞ്ഞു. എന്താ മാപ്പാക്കേണ്ടത്? ഞാൻ നിങ്ങൾ ഒരുപാട് അസഭ്യം പറഞ്ഞില്ലേ, അത് നിങ്ങൾ മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ അസഭ്യം ഞാൻ അർഹിക്കുന്നു. എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതല്ലേ, എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു. ആ ജോലി ചെയ്യുന്നതിനിടയിൽ പാള എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി വീണു പറഞ്ഞാൽ ഞാൻ കൃത്യവിലോപം വരുത്തിയത് കൊണ്ടല്ലേ ചീത്ത പറഞ്ഞത്, അതിന് നിങ്ങൾ ബേജാറാവും, മാപ്പ് വയ്ക്കൊന്നും വേണ്ടായിരുന്നു. ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണ് പറഞ്ഞു. നിങ്ങൾ അതിന് ഇസ്ലാമും സ്വീകരിക്കേണ്ടായിരുന്നു. ഇസ്ലാം ശരിയാണെന്ന് തോന്നിയാൽ സ്വീകരിക്കുക, അല്ലാതെ ഇന്നെ ചീത്ത അറിയുന്ന പേരിൽ ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇസ്ലാം മനസ്സിലാക്കുന്നു, അതാണ് ശരി എന്ന് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ തള്ളിയും മകനും ഇസ്ലാം മതം സ്വീകരിച്ചു. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കി. ഇനി നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യും. നമ്മൾ ആരെങ്കിലുമൊക്കെ ഈ രീതിയിലായാൽ എന്തായിക്കാരം നമ്മളെ സ്ഥിതി? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് കൃത്യവിലോപം വന്നാൽ, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കേടിയെത്തിയാൽ എത്രത്തോളം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ ഒരു ഗ്ലാസ് ഒന്ന് പൊട്ടിപ്പോയാൽ എനിക്ക് എന്താ വെച്ചാൽ കിട്ടാനുള്ളതൊക്കെ പിടിച്ചോ, നാളെ മുതൽ വരണ്ടാന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? പാത്രം മുടഞ്ഞാൽ നിങ്ങൾ വേലക്കാരെ ചീത്ത പറയരുത്. പാത്രം ഉടഞ്ഞാൽ വേലക്കാരെ ചീത്ത പറയരുത്. കാരണം എന്താ? ഫൈനലഹ അജലൻ മിസ്ലാചാരിക്കും. നിങ്ങൾക്ക് അവധിയുള്ളതുപോലെ പാത്രത്തിനും അവധി ഉണ്ട്. നിങ്ങൾ ആയുസ് തീരുമ്പോൾ നിങ്ങൾ മരിച്ചില്ലേ, അതിനാരും ചീത്ത രണ്ട് കാര്യമുണ്ടോ? അതേപോലെ പാത്രത്തിനൊരു ആയുസുണ്ട്. ആ ആയുസ് തീരുമ്പോൾ പാത്രം ഉടഞ്ഞു പോകും. അത് ചിലപ്പോൾ വേലക്കാരെ കയ്യിൽ നീക്കാറ് ഉടഞ്ഞിട്ടുണ്ടാകുക, അതിനൊന്നും നിങ്ങൾ ചീത്ത പറയരുത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഒരു ജീവിതക്രമമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിഷയം മാനവ മൈത്രിയാണല്ലോ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് എന്തെല്ലാം മാതൃകകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജൂതന്മാരുടെ മദീനയ്ക്ക് മക്കത്തുനിന്ന് മദീനത്ത് ഹിജ്റ ചെന്ന് അവിടെ ചെന്നതിന് ശേഷം മദീന ചാർട്ട് എന്നുള്ള പേരിൽ 52 വകുപ്പുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന അനുസരിച്ചാണ് മദീന ഭരിക്കണത്. അതിൽ എഴുതിയൊരു കാര്യം എന്താ? മുസ്ലിങ്ങളെ പ്രകാരം ഇവിടെ ഒരു ഉമ്മത്താണോ, അതേപോലെ ജൂതന്മാരും ഇവിടെ ഉമ്മത്താണ്. മദീന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ജൂതന്മാരുടെ കാര്യം പറയുന്നത്. അന്ന ഖബായിലുൽ യഹൂദി ഉമ്മത്തുൻ, ജൂതന്മാരുടെ ഓരോ ഗോത്രങ്ങളും ഒരു ഉമ്മത്താണ്. കമാ അന്നൽ മുസ്ലിമീന ഉമ്മത്തുൻ, മുസ്ലിമീങ്ങൾ എപ്രകാരമാണോ ഒരു ഉമ്മത്തായിരിക്കണം അതേപോലെ ഉമ്മത്താണ്. അന്നലഹും ദീനഹും കമാ അന്നലിൽ മുസ്ലിമീന ദീനഹും, മുസ്ലിമീങ്ങൾക്ക് എപ്രകാരമാണോ ഈ മദീനത്ത് അവരുടെ മതം, അതേപോലെ ജൂതന്മാർക്കും അവരുടെ മതം ഇവിടെ അനുഷ്ഠിക്കാം, വെച്ചു പുലർത്താം, പ്രചരിപ്പിക്കാം. അപ്പോൾ ജൂതന്മാരുടെ മതത്തെ സംബന്ധിച്ചും ഒരു സമുദായം എന്നുള്ള നിലക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ത്യ രാജ്യത്ത് ഇതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ, മറ്റ് ദളിത് വിഭാഗങ്ങളെ, ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ് ഇവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭരണത്തിന് നേതൃത്വം
കൊടുക്കുന്ന മദീനയിൽ അവിടുത്തെ ജൂതന്മാർക്ക് കൊടുത്തിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളും വെച്ചൊന്ന് ആലോചിക്കുമ്പോഴേ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഇവിടുത്തെ ഭരണ വ്യവസ്ഥിതിയിൽ മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താണ്? ഓരോ സ്ഥലത്തും പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ബോംബെയിലും മറ്റൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ ബുൾഡോസർ വെച്ചിട്ട് അവരുടെ ചെറ്റക്കുടിലുകളൊക്കെ ബുൾഡോസർ വെച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. എപ്പോൾ കോടതി ഇടപെട്ടു, സുപ്രീം കോടതി ഇടപെട്ടിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ വിലക്ക് ഏർപ്പെടുത്തി. ഈ രീതിയിൽ ഇവിടുത്തെ മുസ്ലിം അതെ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ അതിൽ നമുക്കുള്ള ഉത്തരവാദിത്വം നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് അത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കേണ്ടത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു അയൽവാസി ഉണ്ടായിരുന്നു, ഒരു നമ്പൂരിയായിരുന്നു, ഒരു മാധവ് നമ്പൂരി. അദ്ദേഹം എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള അനുഭവം പറയുന്നത്, ആ മാധവൻ നമ്പൂരി എൻ്റെ വീട്ടിൽ വന്നു. ചെറിയൊരു ചെറ്റക്കുടിയിലാണ്, ഒരു ചാളയാണ് വൈക്കോലൊക്കെ മേഞ്ഞ അന്നത്തെ വീട്. അങ്ങനെ ആ വീട്ടിൽ വന്നിട്ടൊരു ഭഗവത്ഗീതയും കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, എടോ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഞങ്ങളുടെ ഭഗവത്ഗീതയ്ക്ക് ഒരു തർജ്ജമ എഴുതിയിട്ടുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്ക് കൊണ്ടുവന്ന് തന്നു. നല്ല കവിതയായിട്ട് ഒരു അലനെല്ലൂർ, എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള അലനെല്ലൂർ എന്ന പ്രദേശത്ത് ഒരു സംസ്കൃതാധ്യാപകനായിട്ടുള്ള ഒരു ഇസ്ഹാഖ് സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവത്ഗീത മുഴുവൻ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ കവിതയാക്കിയിട്ട് തർജ്ജമ ചെയ്തിരിക്കുക. അതും കയ്യിൽ പിടിച്ചിട്ടാണ് ഇയാൾ എൻ്റെ വീട്ടിൽ വരുന്നത്. എന്നിട്ട് ഇത് വായിച്ചു നോക്കും. ഞാൻ ആദ്യമായിട്ട് ഭഗവത്ഗീത കാണുന്നതും ഭഗവത്ഗീത വായിക്കുന്നതൊക്കെ അതിൽ നിന്നാണ്. അപ്പോൾ ആ സൗഹാർദ്ദങ്ങൾ ആലോചിച്ച് നോക്കണേ. എൻ്റെ വീട്ടിൽ ചറ്റക്കുടിയിൽ വന്നിട്ട് വലിയ പണക്കാരനായിട്ടുള്ള ആഢ്യനായിട്ടുള്ള നമ്പൂരി എൻ്റെ വീട്ടിൽ വന്ന് കണ്ട് ഇരുന്ന് പടിമേലിരുന്ന് കണ്ട് പറയാതാ ഞങ്ങളുടെ ഭഗവത്ഗീത വായിച്ചൊക്കെ. ഈ സൗഹൃദം ഇതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അവിടുത്തെ ഒരു ആത്തോലുണ്ടായിരുന്നു. ആത്തോല പറഞ്ഞ അന്തർജനത്തിന് ആത്തോല് എന്നാ പറയാം. അന്തർജനം ഒരു കുഞ്ചാത്തോല എന്നുള്ള പേരിൽ ഓണ സമയത്ത് എന്നെ വിളിച്ചിട്ട് വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം തരും. ഭക്ഷണം പപ്പടം പൊരിച്ചത് വലിയ പപ്പടമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചൊക്കെ പായസമൊക്കെ വെച്ച് വിളമ്പിത്തരും. എന്നിട്ട് പറയും, എടോ എൻ്റെ ഉപ്പാനെ ഞാൻ എടുത്ത് വളർത്തിയതാണ്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ പണിക്ക് പോകും. അങ്ങനെ പണിക്ക് പോയിട്ട് കുട്ടികളിട്ട് പോകരാ, നോക്കാൻ ആളുണ്ടാവൂല. കുട്ടികളിങ്ങനെ മുട്ടുത്തി നൊരോളിച്ച് അങ്ങനെ മുട്ടുത്തിയിട്ട് നമ്പൂരികളുടെ ഇല്ലത്തേക്ക് ചെല്ലുന്ന സമയത്ത്, എടോ നിൻ്റെ ഉപ്പാനെ ഞാൻ എടുത്ത് വളർത്തിയതാ, ഉമ്മേ എന്നും പറഞ്ഞ് നൊരോളിച്ച് അങ്ങനെ വരും. ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് അടച്ചിട്ട് കൊടുത്ത് വളർത്തിയതാ നിൻ്റെ ഉപ്പാനെയാണ്. ഇങ്ങനത്തെ ബന്ധമുണ്ടല്ലോ, ഈ സൗഹൃദം ഉണ്ടല്ലോ, അതാണ് ഈ സൗഹൃദമാണ് നമുക്കിവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാനും അത് വീണ്ടെടുക്കാനും അത് സ്ഥിരമാക്കി തീർക്കാനും വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പെരുമാറ്റത്തിലൂടെ ഇടപെടലുകളിലൂടെ ജീവിച്ച് അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കൊക്കെ മറുപടി നമ്മുടെ ജീവിതം കൊണ്ടാണ് നമുക്ക് നൽകാൻ സാധിക്കുക. നമ്മുടെ സാമുദായിക സൗഹാർദ്ദം ഇവിടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും അത് മനുഷ്യരെല്ലാവരും ഒന്ന് എന്നുള്ളതൊക്കെ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ എവിടെ ഇതുണ്ടാകുക? അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താ? യാ അയ്യുഹന്നാസ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്തല്ലേ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം പടച്ചിരിക്കുന്നത്. ഒരച്ഛൻ അമ്മക്കു പിറന്ന നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. കേട്ടോ, ഒരച്ഛൻ അമ്മക്കു പിറന്ന നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്തു വിളങ്ങിയിടുന്നു നന്മൂന്തിരിക്കൊത്തു മനുഷ്യ മക്കൾ. ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ എന്നുള്ള സന്ദേശം അതാ പഠിക്കേണ്ടത്. അതേസമയത്ത് മറ്റു പലരും പഠിപ്പിക്കുന്നത് എന്താണ്? പല ജാതികളായിട്ടാണ് പഠിപ്പിക്കുക അല്ലേ. ചാതുർവർണ്ണം മയാസൃഷ്ടം എന്നാ പറയുക. ചാതുർവർണ്ണം ഞാൻ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ചാതുർവർണ്ണം 4 മനുഷ്യന്മാരെ പല ജാതികളായി. അതിലൊരു കൂട്ടർ ബ്രാഹ്മണന്മാർ അല്ലെ, ഉയർന്ന ജാതിക്കാർ. ആ ജാതിപ്പെട്ട നമ്പൂരി എൻ്റെ പേരിൽ വന്ന കഥ ഞാൻ പറഞ്ഞത്. ആ ജാതിക്കാർ ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് പഠിപ്പിച്ചിരുന്നു. ആ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു ശിവരാത്രി ദിവസം ഒരു അനുഭവം പറയാം. ഒരു ശിവരാത്രി ദിവസത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ സുഹൃത്തിനെ അയാൾ നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെ അയാളോട് ഞാൻ സംസാരിച്ച് അയാൾക്ക് ഈശ്വരവിശ്വാസം ഉണ്ടായി.
ഈശ്വരവിശ്വാസം ഉണ്ടായപ്പോൾ നല്ല വിശ്വാസിയായ ഒരു ഹിന്ദുവായി. അപ്പോൾ ശിവരാത്രി വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് ശിവരാത്രിയിൽ നല്ലൊരു ഉത്സവം കൊണ്ടാടണം, അതിലൊരു സാംസ്കാരിക സമ്മേളനവും വെക്കണം. ശിവരാത്രിയിൽ എല്ലാവരും പിന്നെ ഉണർന്നിരിക്കലല്ലേ, ശിവൻ ഉറങ്ങും, പിന്നെ നമ്മളും കൂടി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം ആരെങ്കിലും എടുത്തുകൊണ്ടുപോലേ. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ ഉറങ്ങാതിരിക്കും ശിവരാത്രി ദിവസത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ശിവരാത്രി ദിവസം ആളുകളൊക്കെ ഉറങ്ങാതിരിക്കുമ്പോൾ അത് ഫലപ്രദമാക്കാൻ വേണ്ടി ഒരു സാംസ്കാരിക സമ്മേളനം ഒക്കെ നമുക്ക് കയറണം. ഞാനും എൻ്റെ സുഹൃത്തും കൂടിയിട്ട് അങ്ങനെ പിന്നെ ആൾക്കാരുടെ ഇടയിൽ പോയി നോട്ടീസൊക്കെ അടിച്ച് പൈസയൊക്കെ പിരിച്ചു കണ്ട് ശിവരാത്രി മഹോത്സവം. നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ശിവരാത്രി മഹോത്സവത്തിൽ കൂടി നല്ലൊരു സാംസ്കാരിക സമ്മേളനം വെച്ചിട്ട് നല്ല ആശയങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നോട്ടീസൊക്കെ അടിച്ച് ശിവരാത്രി മഹോത്സവത്തിൻ്റെ ദിവസം വന്നു. അവിടെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാളെ വിളിച്ചിരുന്നു, ഹിന്ദു മതത്തിൽ നിന്ന് ഒരാളെ വിളിച്ചിരുന്നു. ആ കൂട്ടത്തിൽ പാലക്കാട്ടുകാരനായിട്ടുള്ള പാലക്കാടുള്ള ഒരു ആലത്തൂരൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിലൊരു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നിർമ്മലാനന്ദ സ്വാമി. അപ്പം നിർമ്മലാനന്ദ സ്വാമിയെ ക്ഷണിക്കാൻ വേണ്ടി ചെന്നിട്ട് സ്വാമികളോട് പറഞ്ഞു, നമ്മൾ ശിവരാത്രി ദിവസം എല്ലാവരും ഉറക്കൊഴിക്കണതല്ലേ, അപ്പോൾ ഇത് ഫലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സാംസ്കാരിക സമ്മേളനം വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിലേക്ക് നിങ്ങളൊന്ന് പ്രസംഗിക്കാൻ വരണം എന്നാണ്. അപ്പോൾ ഈ സ്വാമികൾ ഐക്യത്തിൽ വിശ്വസിക്കണില്ല, ജാതീയതയിൽ വിശ്വസിക്കണില്ല, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കണില്ല. അങ്ങനത്തെ സ്വാമികളാണ്. ആനന്ദമതം എന്നാണ് അവർക്ക് പറയാം, ആനന്ദമതം. ഈ ആനന്ദമതക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, അഹിംസ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ ഏവ വിജയതേ മനസ്വസ്ഥതൈവ ആനന്ദ മനോജയ ഏവ മഹാജയ അഹിംസൈവ പരമോധർമ്മ എന്ന. അപ്പോൾ അഹിംസയാണ് പരമമായ ധർമ്മം, ആനന്ദമാണ് ജീവിതത്തിൽ വേണ്ടത് എന്നൊക്കെ പറയുന്ന കൂട്ടരാ. അപ്പോൾ ഈ സ്വാമികളോട് ഇത് പറഞ്ഞപ്പോൾ സ്വാമികൾ പറഞ്ഞു, ശിവരാത്രി ദിവസമല്ല, ഒരു രാത്രിയും ഉറക്കൊഴിക്കരുത്, അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് ഈ സ്വാമികളുടെ വിശ്വാസം എന്ന് പറഞ്ഞു. ആചാര്യ സ്വാമികൾ തന്നെ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമികളെ വിളിച്ചു. അങ്ങനെ സ്വാമികൾ അവിടെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ പിന്നെ ഒരു പൂനൂലൊക്കെ ഇട്ടിട്ടുള്ള ഒരു നമ്പൂരി, ഒരു നല്ല ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തിന് പൂനൂലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂനൂലൊക്കെ ഇട്ടിട്ട് അധ്യക്ഷം വഹിക്കുകയാണ്. അപ്പോൾ ഈ സ്വാമികൾ ഇതിലും വിശ്വാസമില്ലാത്ത ആളാണ്. അയാൾ പ്രസംഗിക്കാൻ തുടങ്ങി, എന്താണ് ജാതി? രണ്ട് ജാതി, മറ്റൊരു ജാതിയില്ല, രണ്ട് ജാതി, ആൺജാതി പെൺജാതി, വേറെ ജാതിയില്ല. ജാതീയത വെറും തെറ്റാണ്. ഇനി മാത്രമല്ല, ജാതിയാണെങ്കിൽ ജാതിക്ക് ലക്ഷണമുണ്ടാവും. മരത്തിൻ്റെ കൂട്ടത്തിൽ തേക്ക് ഒരു ജാതി, പ്ലാവ് മറ്റൊരു ജാതി, ലക്ഷണം കൊണ്ട് തിരിച്ചറിയില്ലേ? അതേസമയത്ത് ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ശൂദ്രനെയും മറ്റൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ എല്ലാവരും മനുഷ്യരായിട്ടല്ലേ കാണുന്നത്, ലക്ഷണം കൊണ്ട് തിരിച്ചറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലക്ഷണം കൊണ്ട് തിരിച്ചറിയാത്ത സ്ഥിതിക്ക് ജാതി എന്ന ഒന്നില്ല. ഇനി എന്ന് മാത്രമല്ല, ജാതിയിലുള്ള എതിർ സെക്ഷനെ കണ്ടാൽ ജാതിക്ക് ആഗ്രഹം വരും, ലൈംഗികമായിട്ടുള്ള ആഗ്രഹം വരും. ജാതി പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് പറയാ, ആനക്ക് എരുമയെ കണ്ടാൽ കാമം വരുമോ? ആനക്ക് എരുമയെ കണ്ടാൽ കാമം വരില്ല, ഇണ ചേരില്ല, സന്തതി ജനിക്കില്ല. അതുകൊണ്ട് അത് രണ്ട് ജാതി ആയതുകൊണ്ടാണ്. അതേസമയത്ത് നമ്പൂതിരിക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് ചെറുമി എന്നാ വാക്ക് പറയാൻ പാടില്ല. നമ്പൂതിരിക്ക് ചെറുമിയെ കണ്ടാൽ കാമം വരില്ലേ, ഇണ ചേരില്ലേ, സന്തതി ജനിക്കില്ലേ. എന്നത് ജാതി എന്നൊക്കെ പറഞ്ഞാൽ ജാതീയത. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇത്തരത്തിൽ ജാതീയത പറഞ്ഞുകൊണ്ട് പലതരം ജാതികളെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പലതാക്കുന്ന തരത്തിലുള്ള ദർശനങ്ങളും അത്തരത്തിലുള്ള ചിന്താഗതികളും ഒക്കെയാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് പിന്നെ ഈ ഡാർവിനിസം എന്ന് പറഞ്ഞ ഡാർവിനിസം അല്ലേ, സ്കൂളിൽ നമ്മളെ കുട്ടികൾ പഠിക്കും. സ്കൂളിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഡാർവിനിസം പഠിക്കും. എന്താ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ, ഡാർവിനിസം ബയോളജിയിൽ പഠിക്കും, ജീവശാസ്ത്രത്തിൽ പഠിക്കും, ജന്തുശാസ്ത്രത്തിലൊക്കെ പഠിക്കും. ഈ ഡാർവിനിസം പഠിപ്പിക്കണം എന്താ, മനുഷ്യന്മാരെ ഒരച്ഛൻ്റെയും അമ്മൻ്റെയും മക്കളല്ല. മനുഷ്യന്മാരുണ്ടായത് എങ്ങനെയാണ്? അമീബ ഉണ്ടായി, അമീബ ഏകകോശ ജീവി, അത് വിഭജിച്ച് പല കോശങ്ങളായി, അങ്ങനെ വെള്ളത്തിൽ നിന്നിങ്ങനെ അതങ്ങനെ വളർന്ന് പല ജന്തുക്കളായി, ആ ജന്തുക്കൾ വേറെ കുറെ ജന്തുക്കളായി ഇങ്ങനെ വളർന്ന് അവസാനം കുരങ്ങായി. ആ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മളെ സ്കൂളിൽ. ഇതൊരു ശാസ്ത്ര സത്യമല്ല.
ഡാർവിനിസം ഒരു ശാസ്ത്ര സത്യമല്ല, അതൊരു കേവലം സങ്കല്പം മാത്രമാണ്, അതൊരു യാഥാർത്ഥ്യമല്ല. ഡാർവിന് കപ്പലിൽ കൂടി യാത്ര ചെയ്തപ്പോൾ കുറേ ഫോസിലൊക്കെ കൊണ്ടുവന്ന് കണ്ട് അത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൊരു സങ്കല്പം മാത്രം. അത് ഡാർവിനിസം എവല്യൂഷൻ തിയറീസ് അൺപ്രൂവ്ഡ് ആൻഡ് അൺപ്രൂവബിൾ എന്നാണ്. ഡാർവിനിസം തെളിയിക്കപ്പെട്ടില്ല, തെളിയിക്കാൻ സാധിക്കില്ല എന്നാണ് അവരെന്നെ പറയുന്നത്. പക്ഷേ നമ്മളെ സ്കൂളുകളിലൊക്കെ പല സ്വാധീനം വെച്ചുകൊണ്ട് ഇത് ശാസ്ത്ര പുസ്തകമായിട്ട് കുട്ടികളെ പഠിപ്പിക്കല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ തമ്മിൽ ഏകോദര സഹോദരങ്ങളാകില്ല. മനുഷ്യന്മാർ ഏകോദര സഹോദരങ്ങളാണ്. ഏകോദരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു വയറ്റിന്ന്, ഉദരം എന്ന് പറഞ്ഞ വയറല്ലേ, ഒരു വയറ്റിന്ന് വന്നവരാണ് മനുഷ്യന്മാരൊക്കെ. അങ്ങനെ ആദം നബി ഹവ്വാഉമ എന്ന രണ്ടു പേരുടെ വയറ്റിന്ന് ഉണ്ടായതാണ്. അത് പിന്നെ അതങ്ങനെ പിന്നെ പിരിഞ്ഞ് പല പിരിവുകളായിട്ട് പിന്നെ മക്കളും കുട്ടികളും പേരെ കുട്ടികളൊക്കെ ആയിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മനുഷ്യരാശി പരന്നതാണ് എന്ന ചിന്ത പഠിപ്പിക്കുമ്പോഴാണ് മനുഷ്യർ ഏകോദര സഹോദരങ്ങളാന്നുള്ള ചിന്ത വരിക. മറ്റത് ജന്തുക്കൾ നിന്നുണ്ടായതാലും നമ്മളെ വലിയ കുരങ്ങനാണെങ്കിൽ പിന്നെ നമുക്കും കുരങ്ങിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? എന്നിട്ട് ചെറുക്കന്മാരെ കുരങ്ങന്മാരെ സ്വഭാവം കാണിക്കുക, കാരണം വലിയ പേതാരും കുരങ്ങനല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചിന്താഗതികളൊക്കെ മനുഷ്യൻ്റെ ഏകോദര സഹോദരന്മാർ എന്നുള്ള ചിന്താഗതിക്ക് എതിരായിട്ടുള്ള സയൻസാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നാം നിങ്ങളെ പഠിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ പല ഗോത്രങ്ങളും പല ദേശങ്ങളൊക്കെ ആയിട്ട് പിരിഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? താറഫു, നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ ഏറ്റവും മാന്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും തഖ്വയുള്ള സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്നവരാണ്. ഇതല്ലേ മനുഷ്യനെ നന്നാക്കുന്ന സിദ്ധാന്തം. അലി ഇബ്നു അബീ താലിബ് എന്നവരുടെ ഒരു വാക്കുണ്ട്, മനുഷ്യനെ പറ്റി പറയുന്നു, ഒന്നുകിൽ ദീനിൽ നിന്റെ സഹോദരൻ, അല്ലെങ്കിൽ നിന്റെ സഹസൃഷ്ടി, നിന്നെ പോലത്തെ ഒരു സൃഷ്ടി. ഇങ്ങനെ മനുഷ്യനെ കാണുമ്പോഴാണ് മനുഷ്യന്മാർ തമ്മിലുള്ള ഏകോദര സഹോദരന്മാരാന്നുള്ള ചിന്താഗതി ഉണ്ടാവുക. അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാവുമ്പോൾ ആർക്കും നമ്മൾ എതിരാവില്ല. എല്ലാ മനുഷ്യരും നമ്മുടെ സ്വന്തം സഹോദരന്മാരാണ് അല്ലേ. നല്ല എന്താ, ഏത് ജാതിപ്പെട്ടതായാലും ജാതി ഇല്ലാത്തവനായാലും ശരി ഒക്കെ മനുഷ്യന്മാരാണ്, മനുഷ്യരാണെന്നുള്ളവർക്ക്. അന്നാസു സവാഉൻ കാസ്നാനിൽ മുസ്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അന്നാസു സവാഉൻ, മനുഷ്യരെല്ലാം ഈക്വൽ, എല്ലാവരും തുല്യരാണ്. ഇതുപോലെ കാസ്നാനിൽ മുസ്തി, ഒരു ചീർപ്പിൻ്റെ പല്ല് കണക്കെ, ഒരു ചീർപ്പിൻ്റെ പല്ല് കണക്കെ മനുഷ്യന്മാരൊക്കെ ഏകോദര സഹോദരന്മാരെ എല്ലാവരും തുല്യരാണ് എന്നുള്ള ചിന്താഗതിയാണ് വളർത്തപ്പെടേണ്ടത്. അത്തരത്തിലുള്ള ചിന്താഗതി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അതേ തരത്തിലുള്ള പെരുമാറ്റം സ്വീകരിച്ചുകൊണ്ട് ഇതര സഹോദരന്മാരോട് ഒരിക്കലും തന്നെ രണ്ടല്ല, നമ്മൾ ഒന്നാണ് മനുഷ്യന്മാരി എന്നുള്ള നിലക്ക് ഒരച്ഛനമ്മക്ക് പിറന്ന നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ഈ ആശയമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. സമയം വളരെ ദീർഘിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ,